ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 10-ാം വാക്യം. അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. ക്രിസ്തു മാർഗക്കാരായവരെ നിർമൂലനം ചെയ്യുവാനായി മഹാപുരോഹിതന്റെ അധികാരപത്രത്തോടെ യാത്ര പുറപ്പെട്ട ശൗൽ സഭയുടെ ശില്പിയും പണിക്കാരനുമായി രൂപാന്തരപ്പെട്ട അത്ഭുതമാണല്ലോ ദമസ്കോസ് സംഭവം. സഭയെ മുടിക്കുന്നതിൽ ലക്ഷ്യം വച്ചവനെ സഭയെ കെട്ടുപണി ചെയ്യുന്ന തലത്തിലേക്ക് ഉയർത്തിയത് സ്വന്തം പ്രവൃത്തിയിലൂടെ താൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന യേശുവുമായി ഉണ്ടായ അഭിമുഖീകരണമാണ്. യേശുവിനെ ദർശിച്ച മാത്രയിൽ തന്നെ അവനിൽ ദൈവിക ശക്തി നിഴലിടുന്നതും അദ്ദേഹം പ്രാർത്ഥനയോടെയും ഒരുക്കത്തോടെയും ദൈവിക നിയോഗം സ്വീകരിക്കുന്നതും സഭാചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന അനുഭവങ്ങൾ ആയിരുന്നു. ഈ നിയോഗത്തിനു വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു അനന്യാസ്. അനന്യാസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ശത്രുവിനെ സഹോദര തുല്യം കാണുന്ന അനന്യാസ്. അനന്യാസ് എന്ന പേരിൽ മറ്റ് 2 വ്യക്തികളെ കൂടെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഈ പേരിൻ്റെ അർത്ഥം ദൈവം കൃപയുള്ളവനാകുന്നു എന്നാണ്. മേൽ പറഞ്ഞ വിധത്തിൽ ക്രിസ്ത്യാനികളെ ദ്രോഹിച്ചു നടന്ന ശൗലിനെ അനന്യാസ് പോലും ശത്രുവായിട്ടാണ് കാണുന്നത്. ഈ അനന്യാസിനോട് കർത്താവ് ഒരു ദർശനത്തിലൂടെ സംസാരിക്കുന്നു. അതിന് അനന്യാസിൻ്റെ മറുപടിയിലൂടെ ഒരു ഭയം നിഴലിക്കുന്നതായും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. എന്നാൽ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുന്ന അനന്യാസ് തൻ്റെ ശത്രുപക്ഷത്ത് നിർത്തിയിരുന്ന ശൗലിനെ സഹോദര എന്ന് വിളിക്കുന്നു. ഇവിടെ ശത്രുക്കളെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും പഠിപ്പിച്ച യേശു കർത്താവിൻ്റെ വാക്കുകൾ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ശാന്തമായി ചിന്തിക്കാം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശത്രുപക്ഷത്തായി ഞാൻ നിർത്തിയിരിക്കുന്നത് ആരെയൊക്കെയാണ്? അനന്യാസിനെ പോലെ അവരെ സഹോദര തുല്യം കാണുവാൻ എനിക്ക് സാധിക്കുമോ? രണ്ടാമതായിട്ട്, പരിശുദ്ധാത്മ അഭിഷേകം നൽകുന്ന അനന്യാസ്. നേർവീഥി എന്ന തെരുവിൽ യൂദായുടെ വീട്ടിലെ പ്രാർത്ഥനാ നിമിഷങ്ങൾ ശൗലിൻ്റെ ബാഹ്യ അന്ധതയെ കവിയുന്ന ദൈവിക ദർശനം വെളിപ്പെടുന്നതിനും അതിലൂടെ കാഴ്ചയുടെ സൗഖ്യ അനുഭവത്തിലേക്ക് നയിക്കുന്ന ദൈവിക പദ്ധതി തിരിച്ചറിയുവാനും സാധിക്കുന്നു. അങ്ങനെ കാഴ്ചയോടൊപ്പം പരിശുദ്ധാത്മ അഭിഷേകവും നൽകുന്ന അനന്യാസിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് അവിടെ അനന്യാസ് ശൗലിനോട് പറയുന്നത്. അനന്യാസിനെ പോലെ അപരനിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇത്തരത്തിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം മറ്റുള്ളവരിൽ നന്മ കാണുവാനും മുൻവിധികളെ അതിജീവിക്കുവാനും നമ്മെ സഹായിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ അനന്യാസിനെ പോലെ യേശു ക്രിസ്തുവിനെ പോലെ ഏവരെയും സ്നേഹിക്കുവാനും മുൻവിധികളില്ലാതെ അംഗീകരിപ്പാനും സാധിക്കണം. അങ്ങനെ അനുഗ്രഹകരമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അപരനിലെ നന്മയും ദൈവാത്മാവിൻ്റെ ആവാസവും തിരിച്ചറിയുവാനും ദൈവരാജ്യത്തിൻ്റെ വർധനവിനായി ആവോളം പ്രവർത്തിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.